الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിൻ്റെ 98ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തുൽ ബഖറയിലെ 74ാമത്തെ ആയത്താണ് ഇന്നലെ നാം വിശദീകരിച്ചത്. ഇനി 75 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون. أولا يعلمون أن الله يعلم ما يسرون وما يعلنون. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون. أولا يعلمون أن الله يعلم ما يسرون وما يعلنون. 75 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ് നാം ഇപ്പോൾ കേട്ടത്. أفتطمعون أن يؤمنوا لكم
أفتطمعون أن يؤمنوا لكم أفتطمعون تطمعون ത്വാക്ക് സുക്കൂനാണ് അവിടെ ഖൽഖലത്തിന്റെ അക്ഷരമായതുകൊണ്ട് أفتطمعون أن يؤمنوا أن يؤمنوا സുക്കൂനായ നൂന് ശേഷം യ എന്ന അക്ഷരമാണ് ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ് അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും ലക്കും വഖദ് സുക്കൂന മീമിന് ശേഷമുള്ള വാവ് എന്ന അക്ഷരം വന്നാൽ അവിടെ മണിക്കാൻ പാടില്ല ഇദ്ഹാർ ചെയ്ത് വ്യക്തമാക്കി ഓതുകയാണ് വേണ്ടത് أن يؤمنوا لكم وقد كان فريق منهم തൻവീനു ശേഷം ഫരീഖുൻ അതിനുശേഷം മീമാണ് ഇദ്ഗാം ബിഗുന്നയുടെ നിയമം തന്നെ അപ്പോൾ ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹി ثم يحرفونه ثم شدل ميمان ملكا ثم يحرفونه من بعد സുക്കൂനായ നൂന് ശേഷം ബ എന്ന അക്ഷരമാണ് അവിടെ ഇഖ്ലാബ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുക സുക്കൂനായ നൂനിനെ മീമാക്കി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ വഹും യഅലമൂൻ സുക്കൂനായ മീമിന് ശേഷം യ എന്ന അക്ഷരമാണ് മണിക്കാൻ പാടുള്ളതല്ല അപ്പോ أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون അഫതത്മഊന അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അൻ യുഅ്മിനു അവർ വിശ്വസിക്കുമെന്ന് ലക്കും നിങ്ങളെ അഫതത്മഊന അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അൻ യുഅ്മിനു അവർ വിശ്വസിക്കുമെന്ന് ലക്കും നിങ്ങളെ വഖദ് കാന ആയിരുന്നുവെന്നിരിക്കെ ഫരീഖുൻ ഒരു കൂട്ടർ മിൻഹും അവരിൽ നിന്ന് യസ്മഊന അവർ കേൾക്കും കലാമല്ലാഹി അല്ലാഹുവിന്റെ വചനം സുമ്മ പിന്നീട് യുഹർരിഫൂനഹു അതിനെ അവർ മാറ്റിമറിക്കും മിൻ ബഅദി ശേഷമായി മാ അഖലൂഹു അതിനെ അവർ ഗ്രഹിച്ചതിന് വഹും അവരാകട്ടെ യഅലമൂൻ അറിയുന്നു അഫതത്മഊന അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അൻ യുഅ്മിനു അവർ വിശ്വസിക്കുമെന്ന് ലക്കും നിങ്ങളെ വഖദ് കാന ആയിരുന്നുവെന്നിരിക്കെ ഒരു ഫരീഖുൻ ഒരു കൂട്ടർ മിൻഹും അവരിൽ നിന്ന് യസ്മഊന അവർ കേൾക്കും കലാമല്ലാഹി അല്ലാഹുവിന്റെ വചനത്തെ സുമ്മ പിന്നെ യുഹർരിഫൂനഹു അതിനെ അവർ മാറ്റിമറിക്കും മിൻ ബഅദി ശേഷമായി മാ അഖലൂഹു അതിനെ അവർ ഗ്രഹിച്ചതിന് വഹും അവരാകട്ടെ യഅലമൂൻ അറിയുന്നു അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും അഫതത്മഊന സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു അഫതത്മഊന
നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അയ്യുഅ്മിനൂലക്കും, അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന്. അതായത് ഇസ്രായേൽ സന്തതികളെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ ഇസ്രായേൽ സന്തതികൾ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വഖദ് കാന ഫരീഖും മിൻഹും, അവരിൽ നിന്ന് ഒരു കൂട്ടർ ആയിരുന്നു, യസ്മഊന, അവർ കേൾക്കുമായിരുന്നു, കലാമല്ലാഹി, അല്ലാഹുവിന്റെ വചനത്തെ, സുമ്മ യുഹർരിഫൂനഹു, പിന്നീട് അതിനെ അവർ മാറ്റിമറിക്കുകയും ചെയ്തിരുന്നു, മിൻ ബഅദി മാ അഖലൂഹു, അത് ബുദ്ധി കൊടുത്ത് ഗ്രഹിച്ച ശേഷം, വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോ അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ. സത്യവിശ്വാസികളെ, അപ്പോൾ അവർ അഥവാ ഇസ്രായേൽ സന്തതികൾ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അവരിൽ നിന്ന് ഒരു കൂട്ടർ അള്ളാഹുവിന്റെ വചനം കേൾക്കുകയും പിന്നീട് അത് ബുദ്ധി കൊടുത്ത് ഗ്രഹിച്ച ശേഷം അവർ അറിഞ്ഞും കൊണ്ട് തന്നെ അതിനെ മാറ്റിമറിക്കുകയും ചെയ്തു വന്നിരുന്നുവെന്നിരിക്കെ. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ. സത്യവിശ്വാസികളെ, അപ്പോൾ അവർ ഇസ്രായേൽ സന്തതികൾ നിങ്ങൾ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അവരിൽ നിന്ന് ഒരു കൂട്ടർ അള്ളാഹുവിന്റെ വചനം കേൾക്കുകയും പിന്നീട് അത് ബുദ്ധി കൊടുത്ത് ഗ്രഹിച്ച ശേഷം അവർ അറിഞ്ഞും കൊണ്ട് തന്നെ അതിനെ മാറ്റിമറിക്കുകയും ചെയ്തു വന്നിരുന്നുവെന്നിരിക്കെ. അപ്പോ അഫതത്മഊന, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്നാണ്. അതായത് ത്വമിഅ യത്മഉ, ത്വമിഅ യത്മഉ. طمع يطمع. ത്വമഉൻ എന്നാണ് അതിന്റെ മസ്ദർ. ത്വമഉൻ, ത്വമിഅ യത്മഉ ത്വമഉൻ, ഇതാണ് അതിന്റെ മസ്ദർ. ത്വമഉൻ ആഗ്രഹം എന്നർത്ഥം. യത്മഉ അറിയാലോ, അവൻ ആഗ്രഹിക്കുന്നു. തത്മഉ നീ ആഗ്രഹിക്കുന്നു. തത്മഊന
നിങ്ങൾ ആഗ്രഹിക്കുന്നു. തത്മഊന തത്മഊന അത് ഫിഅ്ൽ മുളാരിയാണ്. അതിന്റെ സീഗ എന്തായിരിക്കും? എന്താണ്? ഹാദിർ, മുദക്കർ, ജം അല്ലേ? ഹാദിർ, മുദക്കർ, ജം ആകും. തത്മഊന തത്മഊന അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്ന് പറയുന്നത് ഇവിടെ ഹർഫ് അത്ഫാണ്. ഫതത്മഊന ഫതത്മഊന അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. അതിനു മുമ്പ് ആ എന്ന ഹർഫ് ഇസ്തിഫ്ഹാമിന്റെ ഹർഫ് അവിടെ ചേർത്താൽ ആ ഫതത്മഊന എന്തായി? നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, ആ ഫതത്മഊന അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും അൻ യുഅ്മിനൂ ആമന യുഅ്മിൻ അമിന യഅ്മനു എന്നതിൽ നിന്നുണ്ടാകുന്ന അസ്ലിയായ രൂപത്തിൽ നിന്നുണ്ടാകുന്ന ആമന യുഅ്മിനു അതിന്റെ വസ്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആമന യുഅ്മിനു അഫ്അല യുഫ്ഇലു അഫ്അല യുഫ്ഇലു വസ്നാണ്. അത് ഫഅല ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആമന എന്ന് പറയുന്നത് ഫഅലയല്ല, അത് അഫ്അലയാണ്. അഫ്അല യുഫ്ഇലു വസ്നിലാണ്. ഇവിടെ യുഅ്മിനു യുഅ്മിനൂന 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 നിങ്ങൾ വിശ്വസിക്കുന്നു. യുഅ്മിനു അവൻ വിശ്വസിക്കുന്നു. യുഅ്മിനൂന എന്ന് പറയുമ്പോൾ നിങ്ങൾ അല്ല, അവർ വിശ്വസിക്കുന്നു. യുഅ്മിനു എന്ന് പറയുമ്പോൾ അവൻ വിശ്വസിക്കുന്നു. യുഅ്മിനൂന നിങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഏതാണ് സീഗ? ഗായിബ്, മുദക്കർ, ജംഅ. ഗായിബ്, മുദക്കർ, ജംഅ. ശരി. അപ്പോ അതിന്റെ മുമ്പിൽ നസ്ബിന്റെ ഹർഫ് അല്ലെങ്കിൽ മസ്ദറിന്റെ ഹർഫായ അൻ വന്നു കഴിഞ്ഞാൽ അൻ എന്ന് വന്നു കഴിഞ്ഞാൽ അൻ യുഅ്മിനൂന എന്നത് അൻ യുഅ്മിനു എന്നായി മാറുന്നു. നൂന് ഹദ്ഫ് ചെയ്യപ്പെട്ടു പോകുന്നു. എന്താ കാരണം? അന്ന് വന്നു കഴിഞ്ഞാൽ ശേഷം വരുന്ന ഫിഅ്ൽ മുളാരി മൻസൂബായി മാറുന്നു. ശേഷം വരുന്ന ഫിഅ്ൽ മുളാരി മൻസൂബായി മാറുന്നു. അപ്പോൾ അൻ യുഅ്മിനു എന്നായി മാറുന്നു.
അയ്യുമിനു ലക്കും, നിങ്ങൾക്ക്. അയ്യുമിനു ലക്കും, ലാമ് ഹർഫ് ജറാണ്. കും എന്നത് വമീർ ലക്കും വമീർ മുത്തസിൽ മബ്നിയൻ അല സുകൂനി ഫി മഹല്ല് ജർ. കാരണം ഇസ്മ മജ്റൂറായി വരുന്നത്. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, അപ്പോൾ അർത്ഥം അഫതത്മഊന, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്ന തത്മഊന എന്നതിലെ നിങ്ങൾ ആരാണ്? സത്യവിശ്വാസികളോട് അള്ളാഹു പറയുകയാണ്. നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളാണ്. അൻ യുഅ്മിനൂ എന്നതിലുള്ള അവർ, അഫതത്മഊന നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അൻ യുഅ്മിനൂ ലക്കും അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന്, നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുമെന്ന് എന്നൊക്കെ പറയാം. പക്ഷേ അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളാരാണ്? യുഅ്മിനു അവർ, അവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ വിശ്വസിക്കുമെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? അല്ല, നമ്മളെ ക്ലാസ് റൂമിൽ ആരും ഇല്ലേ? ബനു ഇസ്രായേൽ അല്ലെ? ബനു ഇസ്രായേൽ വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ്. വഖദ്, അവിടെ വാവ്, അതർത്ഥം ശ്രദ്ധിക്കുക, അർത്ഥം ശ്രദ്ധിക്കുക. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വഖദ് കാന ഫരീഖും മിൻഹും, അവരിൽ നിന്ന് ഒരു കൂട്ടർ ആയിരുന്നു. അങ്ങനെ പറയാം. വഖദ് അവരിൽ നിന്ന് ഒരു കൂട്ടർ ആയിരുന്നുവെന്നിരിക്കെ എന്നാണ്. ആയിരുന്നുവെന്നിരിക്കെ. അപ്പോൾ അവിടെ വരുന്ന വാവ് ഹാലിയാണ്. വാവ് അത് അത്ഫല്ല, ഇസ്തിനാഫല്ല, മറിച്ച് അത് ഹാലിന്റെ വാവാണ്. ആ അവസ്ഥയെ വിശദീകരിക്കുകയാണ്. വഖദ് അൻ യുഅ്മിനൂ ലക്കും വഖദ്, അവരാവട്ടെ, വഖദ് കാന അവരായിരുന്നുവെന്നിരിക്കെ എന്നർത്ഥം. അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആ വാവ് അതാണ്, അല്ലാതെ അത്തഫിന് ഉപയോഗിക്കുന്ന വാവല്ല, ഇസ്തിനാഫിന് ഉപയോഗിച്ച വാവുമല്ല. അപ്പൊ അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന, ഖദ് എന്നത് എന്ത് ഹർഫ് എന്നാ പഠിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ? ആ ഹർഫ് തഹ്ഖീഖ് ആകുന്നു. ഹർഫ് തഹ്ഖീഖ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. വഖദ് കാന ഫിഅൽ മാദി, കാന അല്ലേ? ഫിഅൽ മാദിയാണ്. മബ്നിയുൻ അലൽ ഫത്ഹ്, ഫത്ഹിൽ മബ്നിയാവുന്ന ഫിഅൽ മാദിയാണ്. ഫരീഖുൻ, കാന ഫരീഖുൻ, കാനയുടെ ഇസ്മായിട്ടാണ് ഫരീഖ് അവിടെ വരുന്നത്. വഖദ് കാന ഫരീഖുൻ ഫരീഖുൻ, വഖദ് കാന ഫരീഖുൻ ഒരു കൂട്ടർ. ഫരീഖ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ, ടീം എന്നൊക്കെ പറയാവുന്ന അർത്ഥം. ഫരീഖ്, വഖദ് കാന ഫരീഖുൻ മിൻഹും.
ഫഖദ് കാന ഫരീഖുൻ മിൻഹും, മിൻഹും അവരിൽ നിന്ന് എന്നർത്ഥം. മിൻ എന്ന് പറയുന്നത് ഹർഫ് ജർ അല്ലെ, മിൻ ഹർഫ് ജറാണ്. ഹും എന്ന് പറയുമ്പോൾ വമീറാണ്, മബ്നിൻ അല സുകൂൻ ഫി മഹല്ല് ജർ അല്ലെ. അപ്പോൾ വഖദ് കാന ഫരീഖുൻ മിൻഹും യസ്മഊന, സമിഅ യസ്മഉ, സമിഅ യസ്മഉ, സമിഅ സമിഅ യസ്മഉ, ഫരീഖു മിൻഹും യസ്മഉ, യസ്മഊന അവർ കേൾക്കുന്നു, അവർ കേൾക്കുന്നു. സമിഅ യസ്മഉ, യസ്മഉ യസ്മആനി, യസ്മഊന, യസ്മഊന അവർ കേൾക്കുന്നു. ആരാണ് കേൾക്കുന്നത്? ഫരീഖും മിൻഹും അവരിൽ നിന്ന് ഒരു കൂട്ടർ. യസ്മഊന അവർ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അവർ വഖദ് കാന ഫരീഖുൻ, ഫരീഖ് ആയിരുന്നു, ഫരീഖ് അതായത് ആ കൂട്ടർ ആയിരുന്നു എന്നിരിക്കെ, വഖദ് കാന ഒരു കൂട്ടർ ആയിരുന്നു എന്നിരിക്കെ, മിൻഹും അവരിൽ നിന്നുള്ള ഒരു കൂട്ടർ ആയിരുന്നു എന്നിരിക്കെ, യസ്മഊന അവർ കേൾക്കുന്നു കലാമല്ലാഹി. ഇവിടെ യസ്മഊന എന്നതൊക്കെ ആരെക്കുറിച്ചാണ്? ബനു ഇസ്രായേൽ വിഭാഗത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കലാമല്ലാഹി അല്ലാഹുവിന്റെ വചനത്തെ, അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ വചനം. കലാമല്ലാഹി, കലാമ എന്ന് പറയുന്നത് യസ്മഊന അവർ കേൾക്കുന്നു. ഇവിടെ ഫാഇൽ അവരാണ്. യസ്മഊന എന്നതിലെ ഫാഇൽ എന്താണ്? അവരാകുന്നു. ശ്രദ്ധിക്കുക, ഏതൊരു ഫിഅലിനും ഒരു ഫാഇൽ ഉണ്ടാകും, ഏതൊരു ഫിഅലിനും ഒരു ഫാഇൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് യസ്മഊന എന്നതിലുള്ള ഫാഇൽ അവർ, അതിലടങ്ങിയ ഹും അവർ എന്ന അർത്ഥത്തിൽ വരുന്ന അതിലടങ്ങിയ ഫാഇൽ ബനു ഇസ്രായേൽ വിഭാഗമാണ്. യസ്മഊന കലാമ, കലാമല്ലാഹി, കലാമ അതായത് അത് മഫ്ഊൽ ബിഹി മൻസൂബാണ്, മഫ്ഊൽ ബിഹി മൻസൂബാകുന്നു. വലൈക്കും അസ്സലാം. മഫ്ഊൽ ബിഹി മൻസൂബാകുന്നു കലാമ, അതുകൊണ്ടാണത് കലാമ എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ കലാമുല്ലാഹി അല്ലാഹുവിന്റെ വചനം, അത് മുലാഫ് ഇലൈഹിയാണ്. കലാമുല്ലാഹി അവിടെ കലാമ എന്ന് വരാനുള്ള കാരണം കലാമ അവിടെ മഫ്ഊൽ ബിഹി ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് കലാമ, കലാമല്ലാഹി. ഏതൊരു ഫിഅലിനും ഫാഇൽ ഉണ്ടാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ചില ഫിഅലുകൾക്ക് മഫ്ഊലും ഉണ്ടാകും, ചില ഫിഅലുകൾക്ക് മഫ്ഊൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ഫിഅലുകൾക്ക് മഫ്ഊൽ ഉണ്ടാകും. ഇവിടെ യസ്മഊന എന്നതിന് മഫ്ഊൽ ഉണ്ട്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? കഴിഞ്ഞ അൽബലാഗയുടെ ക്ലാസ്സിൽ നമ്മൾ ഫാഇലും മഫ്ഊലും എന്താകുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഫ്ഊൽ എന്ന് പറഞ്ഞാൽ കർമ്മം, ഫാഇൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അല്ലെ, സബ്ജക്റ്റും ഒബ്ജക്റ്റുമാണ്. ഇവിടെ കേട്ടു എന്ന് പറയുന്നത് ആരാണ്? ഒരു കൂട്ടർ കേട്ടു. യസ്മഊന അവർ കേൾക്കുന്നു. എന്താണ് അവർ കേൾക്കുന്നത്? കലാം, കലാമിനെയാണ് കേൾക്കുന്നത്, വചനത്തെയാണ് അവർ കേൾക്കുന്നത്. വചനം അവിടെ എന്താണ്? മഫ്ഊലാണ്. അതുകൊണ്ട് മഫ്ഊൽ ആയതുകൊണ്ടാണ് അവിടെ കലാമല്ലാഹി എന്ന് പറയാനുള്ള കാരണം. പിന്നെ അല്ലാഹി എന്നത് അവിടെ അല്ലാഹു മുലാഫ് ഇലൈഹിയാണ്, കലാമിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുലാഫ് ഇലൈഹി എപ്പോഴും മജ്റൂറാണ്. മജ്റൂർ ആയതുകൊണ്ട് ജറിന്റെ അടയാളമായ കസർ അവിടെ നൽകിയിരിക്കുന്നു. അതാണ് കലാമല്ലാഹി എന്ന് പറയുന്നത്. അപ്പോ കലാമല്ലാഹി അല്ലാഹുവിന്റെ, അപ്പൊ അല്ലാഹു എന്നത് ഇസ്മുൽ ജലാല മജ്റൂർ മുലാഫ് ഇലൈഹി. സുമ്മ പിന്നീട്, അതും സുമ്മ എന്താണ്? അത്ഫിന്റെ അത്ഫിന് ഉപയോഗിക്കുന്ന
ഹർഫ് തന്നെയാണ് സുമ്മ. പിന്നീട് യുഹർരിഫൂനഹു, 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 അതായത് ഹർറഫ യുഹർരിഫു, ഹർറഫ യുഹർരിഫു. തഹരീഫ് എന്നതിന്റെ മസ്ദറാണ്. ഇതിന്റെ മസ്ദറാണ് തഹരീഫ്, മാറ്റിമറിക്കൽ. ഹർറഫ, ഹറഫ യഹരിഫു എന്ന അടിസ്ഥാന പദത്തിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത്. ഹറഫ യഹരിഫു, ഹർഫുൻ അക്ഷരം, അക്ഷരമാവുക. ഹറഫ യഹരിഫു ഹർഫുൻ. അതിന്റെ ഫഅല വസ്നിലുള്ള ഫിഅലാണ് ഫിഅൽ സുലാസി, ഫിഅൽ മാദി സുലാസി മസീദായി വരുന്ന, അതാണ് ഫഅല, അതാണ് ഹർറഫ. ഹർറഫ ഒരക്ഷരം കൂടുന്ന സുലാസി മസീദ്, ഒരക്ഷരം വർദ്ധനവുണ്ടാകുന്ന സുലാസി മസീദ്, അതാണ് ഹർറഫ. ഹർറഫ യുഹർരിഫു, അതിന്റെ മസ്ദറാണ് തഹരീഫുൻ. മനസ്സിലായല്ലോ? അപ്പോ യുഹർരിഫു ഇവിടെ എന്താണ്? സുമ്മ യുഹർരിഫൂനഹു, യുഹർരിഫൂനഹു, യുഹർരിഫൂന. യുഹർരിഫൂന എന്ന് പറഞ്ഞാൽ അവർ തഹരീഫ് ചെയ്യുന്നു, അക്ഷരങ്ങളെ മാറ്റിമറിക്കുക, അക്ഷരങ്ങൾ കൂട്ടുക, അക്ഷരങ്ങൾ കുറക്കുക. ഇതിനാണ് യഥാർത്ഥത്തിൽ ഹർറഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാക്കുകളെ മാറ്റിമറിക്കുക. മനസ്സിലായില്ലേ? വാക്കുകളെ മാറ്റിമറിക്കുന്നതിനാണ് ഹർറഫ എന്ന് പറയാം. ഹർറഫ യുഹർരിഫു, യുഹർരിഫൂന, അവർ മാറ്റിമറിക്കുന്നു, അവർ മാറ്റിമറിക്കുന്നു. അതായത് അവിടെ അവർ എന്ന് പറയുന്നത് അവിടെ അടങ്ങിയിട്ടുള്ള വമീർ ആരാകുന്നു? എങ്ങോട്ടാണ് മടങ്ങുന്നത്? ബനു ഇസ്രായേലിലേക്ക് അല്ലെ? ഹും, അവർ തന്നെ. യുഹർരിഫൂന, അവർ ഹർറഫ തഹരീഫ് ചെയ്യുന്നു, അവർ തഹരീഫ് ചെയ്യുന്നു. തഹരീഫ് എന്ന ഫിഅല് അവർ പ്രവർത്തിക്കുന്നു. അപ്പോ ഹർറഫ എന്ന ഫിഅല് അവിടെ ഫാഇല് നമ്മൾ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞു. പിന്നെ അതിലെ മഫ്ഊല് ഹു, യുഹർരിഫൂനഹു. എന്താണ് ഹു എന്ന് ഉദ്ദേശിക്കുന്നത്? ഹു എന്നത് കലാമുള്ള അല്ലെ? കലാമുള്ള, അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചാണ് അവിടെ യുഹർരിഫൂനഹു എന്ന് പറയുന്നത്. അതിനെ അവർ മാറ്റിമറിക്കുന്നു. അപ്പോ ഹു എന്നത് അവിടെ മഫ്ഊല് ബിഹി ആയിട്ടാണ് വരുന്നത്, മഫ്ഊലായിട്ടാണ് വരുന്നത്. യുഹർരിഫൂനഹു. അതുകൊണ്ട് തന്നെ അത് നസ്ബാണ്. അതായത് വമീർ മുത്തസിൽ മബ്നിൻ അല ദമ്മി ഫീ മഹല്ല് നസ്ബ് മഫ്ഊൽ ബിഹി. അതെ, മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് വരുന്ന, മഫ്ഊൽ ബിഹി ആയി വരുന്ന നസ്ബിന്റെ സ്ഥാനത്ത് വരുന്ന ദമ്മിൽ മബ്നിയായിട്ടുള്ള ദമീറാണ് അവിടെ ഹ, യുഹർരിഫൂനഹു എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു. മിൻ, മിൻ ബഅദി ശേഷം, മിൻ ബഅദി ശേഷമായി. മിൻ എന്നത് ഹർഫ് ജറാണ്. ബഅദ് എന്ന് പറയുന്നത് എന്താകുന്നു? ഇസ്മ ലർഫിയാണ്. അത് ഇസ്മ ലർഫി മജ്റൂറാണ്. എല്ലാ ലർഫുകളും ഇസ്മാകുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ മിൻ എന്ന ഹർഫ് വന്നു കഴിഞ്ഞാൽ, അതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും?
മിംബഅദു എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മിംബഅദു അതെപ്പോഴാണ്? മിംബഅദു എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ മിംബഅദി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതാ അതിലുള്ള വ്യത്യാസം. എപ്പോഴാണ് മിംബഅദു എന്ന് പറയുന്നത്? ഇളാഫത്ത് ഇല്ലാതിരിക്കുമ്പോഴാണ് മിംബഅദു. അവിടെ അവസാനിക്കുകയാണെങ്കിൽ മിംബഅദു എന്ന് പറയും. അതോടെ അപ്പോ അതിനുശേഷം ഇളാഫത്താണെങ്കിൽ ഇവിടെ ഇളാഫത്താണ് മിംബഅദി. അതുകൊണ്ടാണ് ഇവിടെ മിംബഅദി മാ അഖലൂഹു അതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാകുന്നു യഥാർത്ഥത്തിൽ അവിടെ മിംബഅദി എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ മിംബഅദി അതിനുശേഷം എന്നാണ്. അതിന് മിംബഅദി ശേഷമായിക്കൊണ്ട്, ശേഷത്തിൽ നിന്ന് എന്നൊക്കെയാണ് ഇപ്പൊ അതിനെ നേർക്കുന്നതിന് അർത്ഥം പറയാം. അപ്പൊ ഇവിടെ അതിന് അറബിയുടെ ഒരു പ്രയോഗമാണ് മിംബഅദി മാ അഖലൂഹു. മിംബഅദി മാ അഖലൂഹു എന്നതിന്റെ അർത്ഥം എന്താണ്? അതിനെ അവർ ഗ്രഹിച്ചതിന്, അതിനെ അവർ ഗ്രഹിച്ചതിന് എന്നാണ്. ഖലൂഹു അവർ ഗ്രഹിച്ചതിന്, അവർ ഗ്രഹിച്ചതിന് ശേഷമായി. അവിടെ മാ എന്നത് ഒരിക്കലും അവിടെ ഇസ്മ മൗസൂലായിട്ട് വന്നതല്ല. അതല്ലെങ്കിൽ ഹർഫ് നഫിയായിട്ടും വന്നതല്ല. നഫിയുടെ ഹർഫായിട്ടല്ല മാ വന്നിട്ടുള്ളത്. മൗസൂലിന്റെ ഇസ്മായിട്ടല്ല അവിടെ മാ വന്നിട്ടുള്ളത്. മറിച്ച് അത് ഹർഫ് മസ്ദരിയാണ്. എന്താണ്? ഹർഫ് മസ്ദരിയാണ് മാ. അവിടെ യുഹർരിഫൂനഹു അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അപ്പോൾ അവിടെ മാ എന്നത് ഹർഫ് മസ്ദരിയാണ്. അഖലൂഹു അവർ അതിനെ ഗ്രഹിച്ചു. അഖല യഅഖിലു, അഖല യഅഖിലു, അഖലുൻ അതിന്റെ മസ്ദറാണ്. അഖല യഅഖിലു, അഖലൂ അവർ ഗ്രഹിച്ചു. ഹു അവർ അതിനെ ഗ്രഹിച്ചു. മാ അഖലൂഹു അവർ അതിനെ ഗ്രഹിച്ചതിന് എന്നർത്ഥം. അവർ അതിനെ ഗ്രഹിച്ചതിന് ശേഷം, മിംബഅദി ശേഷമായി. അപ്പോ യുഹർരിഫൂനഹു അവർ വാക്കുകളെ മാറ്റിമറിക്കുന്നു. മിംബഅദി മാ അഖലൂഹു അവർ അതിനെ മാറ്റിമറിച്ചതിന് ശേഷമായിക്കൊണ്ട്. ഇവിടെ അഖലു എന്നത് ഫിഅൽ മാദിയാണ്, മബ്നിൻ അല ദം അല്ലേ. വഹും യഅലമൂൻ വ ഹർഫ് അത്ഫാണ്. വഹും യഅലമൂൻ അത്ഫാണോ അതോ ഇസ്തിനാഫാണോ അതോ ഹാലാണോ? ഹാല് തന്നെയാണ്. നേരത്തെ പറഞ്ഞു വഖദ് കാന ഫരീഖും മിൻഹും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വഹും അവർ അറിഞ്ഞും കൊണ്ട് എന്നാണ്. അവർ അറിയുന്നവരായും കൊണ്ട് എന്നർത്ഥം. വഹും യഅലമൂൻ. അപ്പൊ ഇവിടെ അത് ഹാലിന്റെ വാവ് തന്നെയാണ്. വഹും വമീർ മുൻഫസിലായി വരുന്ന വമീറാണ്. ഹും മബ്നിൻ അല സുക്കൂനാണ് അല്ലെ. വഹും അത് മുബ്തദ ആയിട്ടാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് മർഫൂ ആകുന്നു. യഅലമൂൻ യഅലമൂൻ യഅലമൂന അലിമ യഅലമു യഅലമൂന അവർ അറിയുന്നു, അവർ അറിയുന്നു എന്നർത്ഥം. ഫിഅൽ മുളാരി മർഫൂ ആണ് എന്നർത്ഥം. വഹും യഅലമൂൻ. നേരത്തെ പറഞ്ഞ ഹും എന്നത് മുബ്തദ ആയി വരുന്നു. ഇത് അവിടെ ഇവിടെ ഹും എന്നതിന്റെ
ഖബറായിട്ട് അത് വരുന്നു, അതുകൊണ്ട് അത് മർഫൂആകുന്നു എന്നാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്നുകൂടി ഞാൻ ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. സത്യവിശ്വാസികളെ, അപ്പോൾ അവർ ഇസ്രായേൽ സന്തതികൾ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അവരിൽ നിന്ന് ഒരു കൂട്ടർ അള്ളാഹുവിന്റെ വചനം കേൾക്കുകയും പിന്നീട് അത് ബുദ്ധി കൊടുത്ത് ഗ്രഹിച്ച ശേഷം അവർ അറിഞ്ഞും കൊണ്ട് തന്നെ അതിനെ മാറ്റിമറിക്കുകയും ചെയ്തു വന്നിരുന്നുവെന്നിരിക്കെ. ഇതിന്റെ വിശദീകരണം നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിർവഹിക്കാം. വളരെ മനസ്സ് കടുത്തുപോയ തുമ്മ ഖസത്ത് ഖുലൂബുക്കും എന്ന് പറഞ്ഞ മനസ്സ് കടുത്തുപോയ ഒരു വിഭാഗം, അള്ളാഹുവിന്റെ വചനങ്ങളിൽ പോലും മാറ്റങ്ങളും തിരുത്തലുകളും വരുത്താൻ തയ്യാറായ ഒരു സമൂഹം. ആ സമൂഹത്തെക്കുറിച്ച് അവർ നിങ്ങളെ വിശ്വസിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ വചനവുമായി കടന്നു ചെല്ലുമ്പോൾ അവർ നിങ്ങൾ വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. കാരണം അള്ളാഹുവിന്റെ കലാം വളരെ നേരത്തെ ലഭിക്കപ്പെട്ട വിഭാഗമാണവർ. എന്നിട്ടോ അള്ളാഹുവിന്റെ കലാമിന് നൽകേണ്ടുന്ന സ്ഥാനം അവർ നൽകാതെ അവർ സ്വന്തം മാറ്റത്തിരുത്തലുകൾ വരുത്തി, മാറ്റങ്ങളുണ്ടാക്കി, അതിൽ കൂട്ടിച്ചേർത്തു, അതിലുള്ളതിനെ ഒഴിവാക്കി, വാക്കുകളുടെ അർത്ഥങ്ങൾക്ക് അവർ മാറ്റങ്ങൾ വരുത്തി. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവൃത്തികൾ, വേദഗ്രന്ഥങ്ങളിൽ കൈക്രിയകൾ നടത്തിയ വിഭാഗമാകുന്നു അവർ. ഇങ്ങനെയുള്ള വിഭാഗം നിങ്ങൾ പറയുമ്പോഴേക്ക് അവരങ്ങോട്ട് വിശ്വസിക്കും, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് നൽകപ്പെട്ടത് യഥാർത്ഥ വേദഗ്രന്ഥമാണെന്ന് അവർ അറിഞ്ഞിരുന്നാൽ പോലും, അവർക്കറിയാം ഇങ്ങനെ ഒരു പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകന് ഒരു വേദഗ്രന്ഥം നൽകപ്പെടുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. പക്ഷേ എന്നിരുന്നാലും അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. തുടർന്നുള്ള അവരുടെ നിലപാടുകളെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്തുകളാകുന്നു തൊട്ടടുത്ത ആയത്തിലും പ്രതിപാദിക്കപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ സംബന്ധമായി നമുക്ക് വിശദീകരിക്കാം. ഈ ഒരു നിലപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പരിശോധിക്കേണ്ടതും അത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് സഹിഹായ ഹദീസുകളിൽ നിന്ന് ലഭ്യമാകുന്ന കാര്യങ്ങൾ അപ്രകാരം തന്നെ ഉൾക്കൊള്ളുകയും ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തുന്നുവെന്ന് ഉള്ള തീരുമാനം നമുക്കുണ്ടോ ഇല്ലേ എന്ന് നാം പരിശോധിക്കുക. അതല്ല, ശീലിച്ചു വന്ന ശീലങ്ങളും പഴയകാലത്ത് നാം പുലർത്തിപ്പോകുന്ന സമ്പ്രദായങ്ങളുമാണ് നമ്മുടെ മതവും നമ്മുടെ ആദർശവുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാത്തത് നിമിത്തം അവന്റെ വമ്പിച്ച ശിക്ഷക്ക് നാം പാത്രീഭൂതരായി തീരും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു നമ്മെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്നതിന് ഒരു വലിയ പ്രാധാന്യം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആയിത്തീരുക. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ സഹോദരങ്ങളാകുന്നു എന്ന ബോധത്തോടുകൂടി നാം പ്രവർത്തിക്കുക, പരസ്പരം
നമ്മുടെ ആളുകൾക്കിടയിൽ, വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന വിശ്വാസികൾക്കിടയിൽ രഞ്ജിപ്പും യോജിപ്പും ഉണ്ടാക്കുക. അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു ജനത, അവർ ഉത്തമ സമൂഹമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തമ സമൂഹം ഉത്തമ സ്വഭാവങ്ങളും ഉത്തമ ഗുണങ്ങളുമുള്ളവരായിരിക്കണം എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഈ ദഅവ രംഗത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളെ പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് ആ രംഗത്ത് മുമ്പോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാകുന്നു. പ്രോഫ്കോൺ വരും ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ അതിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ പൂർണ്ണമായ വിജയത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുക. അനാവശ്യമായ തെറ്റിദ്ധാരണകൾ പ്രോഫ്കോണിനെ കുറിച്ചോ മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ചോ നടത്തുന്ന ആളുകൾ ആ തെറ്റുകൾ തിരുത്തി ആ പ്രവർത്തന രംഗത്തേക്ക് സജീവമായി കടന്നു വരണമെന്നും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്ന് എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന നല്ല ഉദ്ദേശത്തോടു കൂടി മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ അധിഷ്ഠിതമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് ധാരാളം ആളുകൾ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ട്. പലരും ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു സൗഖ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കാരണം പനിയും തലവേദനയും അനുബന്ധമായ അസുഖങ്ങളും ബാധിച്ചുകൊണ്ട് കിടക്കുന്ന സഹോദരങ്ങൾ, അവർക്കെല്ലാവർക്കും ആ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകുകയും എല്ലാവിധത്തിലുള്ള ശിഫയും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനും അതിമാരകമായ അസുഖങ്ങൾ പോലും ബാധിച്ചുകൊണ്ട് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അറിയിക്കാറുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു എല്ലാ നിരക്കുമുള്ള ശിഫയും നൽകുകയും ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കും ഈ ദുനിയാവിലും അതുപോലെ തന്നെ പരലോകത്തും എല്ലാ നിലക്കുമുള്ള സുഖവും അനുഗ്രഹങ്ങളും അവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണെന്ന ബോധം നമ്മൾക്കിടയിൽ വളർന്നു വരികയും എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള മാനസികമായ സന്തോഷവും അതോടൊപ്പം അടുപ്പവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിത്തരികയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള സൽപ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه